ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ടിംഗ്, അതെ, എടത്വക്കായലുണ്ട്. നമ്മുടെ എടത്വ പള്ളിക്ക് മുൻപിലുള്ള ബോട്ട് കെട്ടിയിൽ നിന്നും ചമ്പക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലം വരെയുള്ള നമ്മുടെ ബോട്ടിംഗ് യാത്രയാണ് നമ്മുടെ വീഡിയോ. അത് എൻ്റെ ഒരു ആദ്യ അനുഭവമാണ്, എൻ്റെ മീനുട്ടിയുടെ ആദ്യ അനുഭവമാണ്. മീനുട്ടിയുടെ വളരെ ആസ്വദിച്ചിരിക്കുകയാണ്. മീനുട്ടിയുണ്ട്, അച്ഛനമ്മ, പിന്നെ നമ്മുടെ അനിയത്തി, പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതല്ലാതെ നമ്മുടെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ, ബിബിയും സുജി ബിനീഷും. നമ്മൾ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാഴ്ചകളെന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ട് യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ഞു മനോഹരമായ കാഴ്ചകളല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, ഇത് നമ്മുടെ എടത്വ സ്പെഷ്യൽ ചാർജാണ് കേട്ടോ, ബോട്ടിൻ്റെ സ്പെഷ്യൽ ചാർജാണ്. എടത്വ ആശുപത്രി 10 രൂപ, എടത്വ ചമ്പക്കുളം 20, എടത്വ നെടുമുടി 30 രൂപ. ഔട്ട് സൈഡ് ചാർജാണത്. ഇപ്പം നമ്മൾ ചമ്പക്കുളമാണ് ടിക്കറ്റ് എടുക്കാൻ വന്നത്. ചമ്പക്കുളം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അവിടെ പോയിട്ട് തിരിച്ചു പറഞ്ഞതിന് 2 മണിക്കൂർ എടുക്കും കേട്ടോ. അപ്പോൾ ഈ 2 മണിക്കൂറിന് നമുക്ക് 40 രൂപ, ഒരാൾക്ക് 40 രൂപ വെച്ചോ. മീനുട്ടി വളരെ സന്തോഷത്തിലാണ് കേട്ടോ. മീനുട്ടി ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് മീനുട്ടീനെ കൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കാനായിട്ട്. അത് ഇതാണ് സ്റ്റേഷൻ മാസ്റ്റർ എടത്വ, നമ്മുടെ ഇത് ജലപദ്ധതിയുടെ ഗതാഗത വകുപ്പിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം കേട്ടോ. നമ്മളിതാ എൻ്റെ പാലത്തിൻ്റെ താഴ്ഭാഗത്താണ്. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇപ്പോഴും 6 പേരും പിന്നെ മോളുമാണ് കേട്ടോ. നമ്മുടെ മോളും 6 പേര്, അങ്ങനെ മൊത്തം 6ഉം ഒരു ഹാഫ് 130 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അങ്ങോട്ട് ഇതേപോലെ 130 ഇങ്ങോട്ട് പോകും. അതാ ബോട്ടിൻ്റെ ഫ്രണ്ട് ശേഷം ഒരു ബോട്ട് യാത്ര പോയിട്ടുണ്ട്. ഒരു ദിവസം കുഞ്ഞിലാണ്, ഒരു ഓർമ്മയില്ല. 4 കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മീനും ആദ്യം ഇപ്പം ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലേ? ഇതാ പോയില്ല. ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. റിവേഴ്സ് പിടിക്കാൻ കേട്ടോ, റിവേഴ്സ് ഇരിക്കും. എടത്വ പള്ളിയുടെ ബോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എടത്വ പള്ളിയുടെ ആ വാക്കിനെ തിരിക്കാൻ റിവേഴ്സ് പിടിച്ച് തിരിച്ചിട്ട് വേണം. പാലത്തിൻ്റെ അടിയിൽ ഇപ്പുറത്ത് റിവേഴ്സ് ചെയ്തതിന് ശേഷം നേരത്തെ ആ മാമൻ പിടിച്ചതായിരുന്നു കേട്ടോ. നമ്മളെ ബോട്ട് യാത്ര അതുകൊണ്ട് ലൈനിൽ ആരിയ്ക്കണതൊക്കെയാണ്. കുക്കു ടീം ലൈനിലിരിക്കുന്നത്. അപ്പൊ അവര് വള്ളത്തിൽ പോകണം, നമ്മള് ബോട്ടിൽ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ വള്ളത്തിലാണ് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ആലോചിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പോഴത്തെ ബോട്ട് യാത്രയാണ് നമ്മുടെ ബോട്ട് യാത്ര. എടത്വ പള്ളിയിൽ നിന്നും എവിടെയാണ്? ചമ്പക്കുളത്തേക്കുള്ള യാത്ര. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപ, വൺ സൈഡ് ഒരാൾക്ക് 20 രൂപയാണ്. അടിപൊളി. പട്ടിക്കുട്ടികളെടുത്ത് കേട്ട് കളിപ്പിക്കുന്നതൊക്കെ സൂപ്പർ. വേറൊരു ചെറിയൊരു ആർവം നടക്കുന്നുണ്ടല്ലേ? അറിയത്തില്ല നമ്മുടെ കാഴ്ചകളാണ്.
സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി തന്നെ. മാങ്ങയൊക്കെ ഒരുപാട് ബോട്ടടുപ്പിലേക്ക് പറിച്ചിട്ടാവും. എന്താ ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചെങ്കിൽ പറിച്ചിട്ടാവും. ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക്. നിനക്കും രണ്ടാമത്തെ അനുഭവം അല്ലേ? അങ്ങനെ ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂപ്പറായിട്ടുള്ള ഒരു കാഴ്ച, അടിപൊളി കാഴ്ചയല്ലേ? അതെ. യെസ്. ഇപ്പം ചെന്ന് ഇറങ്ങുന്നത് എവിടെയാണോ? എവിടെ ഇറങ്ങണം നമുക്കറിയില്ല. ഇപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കഴിഞ്ഞിട്ട് കാണാം. എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ സാറിൻ്റെ ഡയറക്ഷൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് എങ്ങോട്ട് തിരിക്കണം, എങ്ങോട്ട് തിരിഞ്ഞ് പോകണം, എങ്ങനെ റിവേഴ്സ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ബോട്ട് എങ്ങോട്ട് തിരിഞ്ഞു പോകണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫ്രണ്ടിലിരിക്കുന്ന സാറ് ചെയ്യുന്നുണ്ട്. അതാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ബേക്ക് വശത്തിരിക്കുന്ന ഈ സാറാണ് ഇതിൻ്റെ എൻജിൻ പവറും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് സ്പീഡ് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആളാണ്. പിന്നെ കണ്ടക്ടർ, നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ ഒരാൾ ഇതിലുണ്ട്. അതായത് നോക്കി ബോട്ടിൻ്റെ ആ ഗതി അനുസരിച്ചുള്ള വെള്ളം ഇങ്ങനെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, വെള്ളത്തിൻ്റെ ഓളം. ഇത് നമ്മൾ കുടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നല്ല ശക്തിയായിട്ടാണ് വന്ന് അടിക്കുന്നത് കേട്ടോ. മീനൂട്ടി നോക്കിയാൽ മീനൂട്ടി ഭയങ്കര സന്തോഷത്തിൽ വെള്ളം നോക്കി ഇരിക്കുക, അടിച്ച് പൊടിച്ചങ്ങ് ഇരിക്കുകയാണ് മീനൂട്ടി ഒരു ആദ്യത്തെ അനുഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ മീനൂട്ടി അങ്ങ് അടിച്ച് പൊടിക്കുകയാണ്. നമ്മളും വിചാരിച്ചു പാവം കുറേ നാളുകൊണ്ട് മീനൂട്ടി പറയുന്നതാണ് കേട്ടോ, ഞാൻ മീനൂട്ടിക്ക് ബോട്ടിൽ കയറണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉറപ്പായിട്ടും ബോട്ടിൽ കയറണം എന്ന് ആഗ്രഹിച്ച് ഒരു ബോട്ട് യാത്ര നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. ഇത് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തെന്നല്ല, ഒരു ഗവൺമെൻറ് ബോട്ട് ഉള്ളതുകൊണ്ട് നമ്മളെ കണക്കുള്ള ആൾക്കാർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റില്ലേ. നമ്മൾ പ്രൈവറ്റ് ബോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് നല്ല റേറ്റാണ് പറഞ്ഞത്. ഇത് കുഴപ്പമില്ലാത്ത രീതിയിലല്ലേ നമ്മളെ കണക്കുള്ള ആൾക്കാർക്കൊക്കെ ഒരു ബോട്ട് യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചപ്പക്കുളത്തേക്ക് പൊച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം നോക്കി നമ്മൾ ഈ പാലത്തിൻ്റെ കവർ ചെയ്താണ് കേട്ടോ വന്നത്. ഇതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോകാൻ വേണ്ടി ഒരു പൊക്കം കൂടി ചെയ്തിരിക്കുന്ന ഒരു പാലമാണ്. മുളങ്കാടൊക്കെ നോക്കിയാൽ മറിഞ്ഞ് കിടക്കുന്നത്. മുളങ്കാടെല്ലാം ഒരുപാട് വീടുകളുണ്ട്. ഇതൊക്കെ വെള്ളം കയറുമ്പോഴത്തേക്കുള്ള അവസ്ഥ, അവരുടെ ആ ഒരു അവസ്ഥയുണ്ടല്ലേ. നമ്മുടെ ഇവിടെ ഇങ്ങനെ ബോട്ട് യാത്രയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നല്ലേ. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഒരു വെള്ളം കയറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ര കാര്യമാകത്തില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ പോകത്തില്ല. അത് വേറൊരു കാര്യം. അവർ ഇവിടം വിട്ട് നാടുമായിട്ട് ഇണങ്ങി കഴിയുന്നവരല്ലേ. ഈ നാടുമായിട്ട് ഇണങ്ങി കഴിയുന്ന ആൾക്കാരാണ്. ഈ പച്ചപ്പ് അടിപൊളി. മീനുകൾ ഒത്തിരി ഉണ്ട്. വളമായിരുന്നു, വളമല്ല വളഞ്ഞ പണം നോക്കി. ഇതൊക്കെ ഡയറക്ഷൻ ചെയ്യേണ്ടത് ഈ സാധനം. നമ്മൾ അന്ന് പറഞ്ഞപ്പോഴേ ഈ പേരൊക്കെ പറഞ്ഞായിരുന്നു. ചാമ്പക്കുളം പള്ളിയിലാണോ ആദ്യം ആരാധനയ്ക്ക് പോയെന്നൊക്കെ. പോകുന്ന കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പർ സൈഡിൽ ഒരാളിറങ്ങണം പറഞ്ഞാൽ അപ്പർ സൈഡ് ഒതുക്കിയതിന് ശേഷം സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എവിടെയാണ്? ചമ്പക്കുളം. ബെല്ലടിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പിലോ നമുക്കറിയത്തില്ല സ്ഥലം, അതുകൊണ്ട് പറഞ്ഞില്ല. ഇനി മതി, ഒരുപാടായി. വായനശാല മുടി വിടട്ടോ. ഈ ബോട്ട് നിയന്ത്രിക്കാൻ വേണ്ടി 5 പേരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. പിന്നെ നമ്മുടെ ഈ സൈഡും നമ്മുടെ ഈ ബാക്ക് സൈഡും പിന്നെ അപ്പർ സൈഡും നിയന്ത്രിക്കാൻ വേണ്ടി 2 പേരുണ്ട്. പിന്നെ അവിടെ ഒരാളുണ്ട്. അവിടെ നമ്മുടെ എൻജിൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. പിന്നെ നമ്മുടെ കണ്ടക്ടറുണ്ട് കേട്ടോ. കണ്ടക്ടർ അവരുണ്ട്. ഇത്രയും പേര്, മൊത്തത്തിൽ 5 പേരാണ് ഒരു ബോട്ട് നിയന്ത്രിക്കാൻ വേണ്ടി ഇതിനകത്തുള്ളത്. വളരെ വലിയൊരു അനുഭവം. മീനും അച്ഛനും അമ്മയും കൂടെ അടിച്ച് പൊടിച്ച് ഇവിടെ ഇരുന്ന് എല്ലാം കണ്ടിരിക്കുന്നത്. അമ്മയച്ഛനൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയച്ഛനൊക്കെ പൊട്ടി കയറുന്നത്.
അതുപോലെ തന്നെ മീനുട്ടി ആദ്യമായിട്ടാണ് കയറുന്നത്. കുറേ തവണ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. വഴിക്ക് നോക്കി ഒരു മാമഞ്ഞിനെ വള്ളവും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് അയർലൻഡിലുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് എന്താ പറഞ്ഞാൽ വെള്ളം എടുത്തുകൊണ്ട് പോയി ചിറ്റായ എടുത്തുകൊണ്ട് പോയതിന് ശേഷം അത് ചെറിയൊരു സ്പേസിന് മാത്രമായിട്ട് കുറേ ആൾക്കാർ താമസിക്കും. അങ്ങനെയുള്ള അയർലൻഡിലുണ്ട്. അത് നമ്മൾ ഇന്ത്യയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുന്നത്. പിന്നെ ഇവർ എങ്ങനെയായിരിക്കും ഒരു ആ ഒരു ധൈര്യത്തിൽ കിടക്കുന്നല്ലേ ആവശ്യം. നമ്മളൊക്കെ ആണെങ്കിൽ നല്ല വെയിൽ കണ്ടോ. ശരി, ഓക്കെ. ഇവർ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹൗസ് ബോട്ട് കണ്ടു കേട്ടോ. അടിപൊളി ഹൗസ് ബോട്ട്. പിന്നെ അതല്ലാതെ ഒരു ചെറിയൊരു റൂമുള്ളൊരു വെള്ളത്തിൽ കിട്ടുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഒരു ബോട്ട് കണ്ടു. ബോട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് നമ്മളിപ്പോൾ കണ്ടു കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടത്വ പള്ളിയെക്കുറിച്ച് മുൻപ് നമ്മൾ ഐതിഹ്യം പറഞ്ഞൊരു വീഡിയോ, ചരിത്രം പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയാണ് നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആ ഭാഗത്താണ്. അതെ അതെ, അത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ചമ്പക്കുളം ആ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എടത്വ പള്ളിയും ഈ ചമ്പക്കുളം എന്ന് പറയുന്ന ഇവിടുത്തെ ഈ പള്ളിയും തമ്മിൽ വളരെ നാളത്തെ ഒരു ബന്ധമുണ്ട്. ആരംഭകാലത്ത് അപ്പോൾ നമ്മുടെ ഒരു ബന്ധമുണ്ട്. ഇതാണ് ചമ്പക്കുളം. ചമ്പക്കുളം ബോട്ട് ജംഗ്ഷനാണ് കേട്ടോ. ആൾക്കാർ ബോട്ടിൽ അങ്ങോട്ട് പോകാൻ കൊണ്ട് നമ്മളിതാ ഇവിടെ ഒന്ന് തിരികെയാണ്. ഗെയ്സ്, അങ്ങനെ നമ്മൾ ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചമ്പക്കുളം ചമ്പക്കുളം നമ്മൾ അന്ന് ചരിത്രം പറഞ്ഞിരുന്നുണ്ട്. എടത്വ പള്ളിയുടെ ചരിത്രം പറഞ്ഞ പള്ളി എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ. ആ ഭാഗത്താണ് നമ്മളിപ്പോൾ അതാ തിരിഞ്ഞാണ് നിൽക്കുന്നത്. കണ്ടല്ലോ, ആണ് ചമ്പക്കുളം. ഗെയ്സ്, അപ്പം നമ്മളങ്ങനെ ചായ കുടിക്കാൻ കയറി കേട്ടോ. ചമ്പക്കുളം ഒരു ഇടത്ത് നിന്നൊരു ചായ കുടിക്കാനായിട്ട് ചമ്പക്കുളത്ത് വന്നു. നല്ലൊരു ആവശ്യം ഇടത്ത് നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി ചമ്പക്കുളത്ത് വന്ന ആൾക്കാരാണ് നമ്മൾ. ചായ കുടിക്കാന്ന് പറഞ്ഞു. ചായക്ക് എത്ര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഇനി നീ കയറണമെന്ന് പറയൂ. ഇനി കയറണമെന്ന് പറയൂ. ഇനി കയറണമെന്ന് പറയൂ. നീ പൊളിയാണ്. നമ്മൾ ബോട്ടിലെത്തിയപ്പം ബോട്ടിൽ ഫുള്ളാണ് കേട്ടോ. ആള് ഫുള്ളാണ്. ഇനിയിപ്പോൾ നിന്ന് പോവേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ്.